ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും, അതായത് ഇപ്പം പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് അണ്ടർ ആംസ് ഡാർക്ക്നെസ്, അതായത് കൈപ്പുഷത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ. അത് പൂർണ്ണമാക്കി മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ ഗുണം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നല്ലതുപോലെ മാറ്റം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്നുള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർ ആംസ് ഡാർക്ക്നെസ്സിന് മാറ്റാൻ, അതായത് കൈപ്പുഷത്തെ കറുപ്പിനെ പൂർണ്ണമാക്കി മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് എത്ര പഴക്കം ചെന്ന കൈപ്പുഷത്തെ കറുപ്പിനെ ആണെങ്കിലും മാറ്റാനായിട്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഒരിക്കലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിഷമിക്കേണ്ട ഒരാവശ്യം പോലും നിങ്ങൾക്ക് വരില്ല. നല്ലതുപോലെ പൂർണ്ണമാക്കി നിങ്ങളുടെ ആ ഒരു കറുപ്പിനെ മാറ്റാനായിട്ട് സാധിക്കും. ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ കൈപ്പുഷത്തൊന്നുമല്ല. ഞാൻ എൻ്റെ കൈയുടെ ഭാഗത്ത്, മുട്ടിൻ്റെ ഭാഗത്ത് അതായത് കറുത്ത പാടുണ്ടായിരുന്നു, അവിടെയാണ് ഞാൻ ചെയ്ത് കാണിച്ചേക്കുന്നത്. ആ ഒരു നമ്മുടെ കൈയുടെ മുട്ടിൻ്റെ ഭാഗത്തത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്കിന്നാണ്. അതിനകത്ത് ചെയ്തപ്പോൾ അത്രയും വ്യത്യാസമാണെങ്കിൽ നമ്മുടെ കൈപ്പുഷത്തെ സ്കിന്നെന്ന് വെച്ചാൽ ഒരു മൃദുലമായിട്ടുള്ള ഇതാണ്. ആ ഭാഗത്ത് ചെയ്യുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം എന്നുള്ളത് പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യം ഒന്ന് ചെയ്യാനായിട്ട് നോക്കണം. നല്ല റിസൾട്ട് നൽകുന്ന കാര്യമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അണ്ടർ ആംസ് ഡാർക്ക്നെസ് റിമൂവിങ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് നമ്മുടെ കൈപ്പുഷത്തെ കറുപ്പിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രീമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയാം. ആദ്യം നമുക്ക് വേണ്ടത് ശുദ്ധമായിട്ടുള്ള പാലാണ് വേണ്ടത്. അതൊരു 2 സ്പൂൺ നമുക്ക് പാല് വേണം. അത് ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 സ്പൂൺ നമുക്ക് പശുവിൻ പാല്, ചൂടാക്കാത്ത പശുവിൻ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയാണ്. നമ്മൾ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞത് ഇത് കണ്ടിട്ടുണ്ടല്ലോ, ബേക്കിംഗ് സോഡ, അതാണ് വേണ്ടത്. അത് 1 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ ലെമൺ ജ്യൂസാണ്. ഇതിലേക്ക് ഇനി അടുത്തതായി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ലെമൺ ജ്യൂസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ആക്കണം. മിക്സ് ആക്കുമ്പോഴത്തേക്ക് ഇതൊരു പതഞ്ഞ് വരും. അത് നല്ലതുപോലെ മിക്സ് ആക്കുമ്പോഴത്തേക്ക് അതങ്ങ് താന്നു പോകും. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ആക്കുക. കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആക്കാനൊക്കെ ആയിട്ട് വളരെയധികം ഇടയാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്ത് തന്നെ സ്കിന്നിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും കോക്കനട്ട് ഓയിൽ തേക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇതേ രീതിയിലായിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായി ചേർക്കാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലവേറ ജെല്ലാണ് വേണ്ടത്. അത് ഇതിലേക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ അലവേറ ജെല്ലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ആക്കണം. കട്ട വെട്ടാതെ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. മിക്സ് ചെയ്ത് എടുക്കണം. ഓക്കെ, ഇതാ ഞാനങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിലായിട്ട് നമുക്കിരിക്കും. ഇതാണ് നമുക്ക് തേച്ച് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ കൈപ്പുഷത്തെ ഭാഗത്ത്, ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് നമുക്കിത് തേച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിൽ, അതായത് നമുക്ക് ഇതാ മസാജ് ചെയ്യുന്ന രീതിയിലായിട്ടാണ് നമുക്ക് ഈ ഒരു ക്രീം കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത് തേച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് തേക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യമേ നമുക്ക് ഒരു ടവൽ ഉപയോഗിച്ച് സ്റ്റീം കൊടുക്കണം. സ്റ്റീം ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഗുണം കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം വേണമെങ്കിൽ ഇതാ എൻ്റെ ഈ ഒരു കൈപ്പൊഷൻ കണ്ടോ, ഈ മുട്ടിൻ്റെ ഭാഗം കണ്ടോ, അവിടെ ഡാർക്കുണ്ട്. അവിടെ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നത്. ആ ഭാഗത്തേക്ക് ഞാൻ ഒരു ടവലിൽ സ്റ്റീം ചെയ്താണ്. ടവൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഞാൻ അത് പിഴിഞ്ഞിട്ട് ആ ഭാഗത്ത് സ്റ്റീം ചെയ്യുകയാണ്. കണ്ടല്ലോ. ഇനി അതിന് ശേഷം ഈ ക്രീം, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ക്രീം ഇവിടേക്ക് അപ്ലൈ ചെയ്യുകയാണ്. കാരണം ഞാൻ നമ്മുടെ കൈപ്പുഷത്തെ ചെയ്ത് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത്, ഡാർക്ക്നെസ് ഉള്ള ഭാഗത്ത്
ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. കാരണം ഞാൻ നമ്മുടെ കൈപ്പുഷത്തൊന്നും ചെയ്ത് കാണിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് നിങ്ങളെ കാണിക്കുന്നത്. ഇത് രീതിയിൽ തന്നെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമാണ്. സ്റ്റീം ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. എന്നാലേ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് കിട്ടുകയുള്ളൂ. ഇതൊരു 3-4 പ്രാവശ്യം ഇങ്ങനെ മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു ബാക്കി ലെമൺ ഇല്ലയോ, അത് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് മസാജ് കൊടുക്കുക. ആദ്യമേ നമ്മൾ കൈകൾ കൊണ്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ലെമൺ യൂസ് ചെയ്തുകൊണ്ട് മസാജ് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഡ്രൈ ആവുന്നതിന് വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവ് റിസൾട്ട് തന്നെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പം ഒന്ന് ഡ്രൈ ആവുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. അങ്ങനെ എന്താണ് ഇപ്പം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എനിക്ക് എടുത്തോളൂ. അതിനുശേഷം ഞാൻ തുടച്ചു മാറ്റുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൈയുടെ മുട്ടിൻ്റെ ഭാഗത്താണ് ഞാൻ ചെയ്ത് കാണിച്ചത്. അവിടെ നേരത്തെ ചെയ്ത സമയത്ത് ഡാർക്ക്നെസ് ഉണ്ട്. അതിപ്പോൾ ചെയ്തതിന് ശേഷം നല്ലൊരു മാറ്റമുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതെൻ്റെ കൈ തന്നെയാണ്, ഞാൻ മടക്കി വച്ചിരിക്കുകയാണ്. കേട്ടല്ലോ, കണ്ടല്ലോ ഡാർക്ക്നെസ് മാറിയത്. ഇത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളിതൊരു അടുപ്പിച്ച് 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാകും. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മൃദുലമായ ഭാഗത്ത് നമ്മൾ വാക്സിൻ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പാടില്ല. ഒരു 2 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ വാക്സ് ചെയ്ത ഭാഗത്തേക്ക് പെട്ടെന്ന് ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പുകച്ചിലും എരിച്ചിലും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ വാക്സ് ചെയ്തൊരു 3 ഡേയ്സിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്യാനായിട്ട് നോക്കണേ. ഇങ്ങനെയാണ് ചെയ്തത്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. നല്ല റിസൾട്ട് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇപ്പം ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ചെയ്യാം. സമയമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി ഈ ഒരു കാര്യം ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരു നേരമെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പം റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതുപോലെ നിങ്ങളുടെ കറുപ്പ് മാറ്റാൻ, അതായത് അണ്ടർആംസിൻ്റെ കറുപ്പിനെ പൂർണ്ണമാക്കി മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ കാര്യം ചെയ്യുക. പുറത്തുനിന്ന് ഒരു ക്രീം മേടിച്ചിട്ട് നിങ്ങളുടെ ആ സ്കിന്നൊന്നും ഡാമേജ് ആക്കേണ്ട ഒരു ആവശ്യം തന്നെ നിങ്ങൾക്ക് വരില്ല. നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുവാണെങ്കിൽ നല്ല മാറ്റം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ, ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.